ഹലോ ഫ്രണ്ട്സ്, ദ സ്പൈസി ടെയിലിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത്, അതിന് പകരം ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ കിച്ചണിലേക്ക് വേണ്ടപ്പെട്ട ആവശ്യമുള്ള ഒരു സാധനത്തിന്റെ അൺബോക്സിംഗ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇത് ഗസ് ചെയ്യാൻ കഴിയുമോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇതൊരു ചോപ്പിംഗ് ബോർഡാണ്. പൊതുവെ നമ്മളൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടുപരിചയപ്പെട്ട ഒരു സാധനമല്ല ഇത്. ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടി-വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡാണ്, അല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡാണ്. നമുക്കൊന്ന് ഇതിന്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. അതൊന്ന് സാനിറ്റൈസ് ചെയ്തു. ഇതൊന്ന് പുറത്തെടുക്കട്ടെ. ഓക്കെ, ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ. ഏകദേശം ഒരു 1.5-2 കിലോളം വെയിറ്റ് എനിക്ക് തോന്നി ഇത് എടുത്തപ്പോൾ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റേഡി ഹെവി ഒക്കെയാണ്. ഇതിന്റെ കൂടെ വന്ന പാംഫ്ലെറ്റ് ആണ്. 3 years വാറണ്ടി ഉണ്ട്. നമ്മളിത് പോയിട്ട് ഇതിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 years വാറണ്ടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഇതിന്റെ പേരൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവിയാണ്. ഒരു 1.5-2 കിലോളം വെയിറ്റ് എനിക്ക് തോന്നി. അടുത്തായിട്ട് ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. മെഷർമെന്റ് വന്നിട്ട് ഇത് ഒരു വലിയ സ്കെയിലാണ്. വലിയ സ്കെയിൽ 30 സെന്റിമീറ്റർ ആണല്ലോ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിട്ട് 35-36 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ ഇതിന്റെ ബ്രെഡ്ത്ത് ഏകദേശം ഒരു 24-25 സെന്റിമീറ്ററോളം വരുന്നു. പിന്നെ അത്യാവശ്യം തിക്കാണ് കേട്ടോ, കട്ടിയുണ്ട്. ഇത് നമ്മൾ കാണുന്ന അത്രയും പിന്നെ വെയിറ്റ്ലെസ് അല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തിക്നെസ് വന്നിട്ട് ഏകദേശം ഒരു 1.5-2 മില്ലിമീറ്ററിന്റെ അടുത്ത്. ഇപ്പം നമ്മളൊരു കോയിൻ വെച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ഏകദേശം ഒരു 2 രൂപ കോയിന്റെ അതേ കട്ടിയാണ് ഇതുള്ളത്. തിക്നെസ് 2 രൂപ കോയിന്റെ അത്രയും ഉണ്ട്. പിന്നെ യൂസ് ചെയ്യാനൊക്കെ സുഖമുണ്ടെന്ന് ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായി ഇത് യൂസ് ചെയ്യുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഒരു ഹോൾ ഉണ്ട്, നമുക്ക് വോളിലൊക്കെ ഹാങ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഹോളും ഉണ്ട് അതിൽ. പിന്നെ ഇത് ഡിസൈൻഡ് ഇൻ USA ആണ്, പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് നിങ്ങളിത് വാങ്ങേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.